അടിച്ചു വീശുന്ന നേരമാണ്. ആ നേരത്തെ നിങ്ങളൊന്ന് പുറത്തിറങ്ങി നിൽക്കണേ. റമദാനിനെ നിങ്ങളൊന്ന് കാത്തിരിക്കണേ. അതിനൊരു നിലയും വിലയും റമദാനിന്റെ മൂല്യവും നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കണമേ. റമദാനിന്റെ മുമ്പുള്ള സമയവും റമദാനും ഒരുപോലെയാവരുത്. റമദാൻ വന്നപ്പോഴും റമദാൻ വരാതിരുന്നപ്പോഴും ജീവിതത്തിന്റെ സ്ട്രക്ചർ ഒരുപോലെയാവരുത്. ദാനധർമ്മങ്ങൾ വർദ്ധിക്കട്ടെ. അൽ യദുൽ ഉൽയാ ഖൈറും മിനൽ യദിസ് സുഫ്ലാ. താഴെ നിൽക്കുന്ന കയ്യിനേക്കാളും മേലെ നിൽക്കുന്ന കയ്യിനാണ് പോരിശയുള്ളത്, പവിത്രതയുള്ളത്. എന്തുകൊണ്ടെന്നറിയോ? മേലെയുള്ള കയ്യ് കൊടുക്കുന്ന കയ്യാണ്, താഴെയുള്ള കയ്യ് വാങ്ങുന്ന കയ്യാണ്. കൊടുക്കുന്ന കയ്യിനാണ് മഹത്വമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറയുമ്പോഴാണ് നമ്മുടെ സുഹൃത്തുക്കള് നമ്മുടെ ബക്കറ്റുമായിട്ട് വരുന്നത്. വല്ലാത്തൊരു കോയിൻസിഡൻസ്. അപ്പൊ നമ്മള് അള്ളാഹുവിന്റെ വഴിയിലേക്ക് നമ്മൾ കഴിയുന്ന ദാനം ചെയ്യുക, നന്നായിട്ട് ദാനം ചെയ്യുക. നമ്മുടെ SKSF-ന്റെ പ്രിയങ്കരായ പ്രവർത്തകര് വളരെ വലിയ കഠിനാധ്വാനം കൊണ്ടാണ് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇൻഷാ അള്ളാഹ് അതിന് ഒരു സാമ്പത്തിക ബാധ്യതയുമായി പോകരുത്. എല്ലാവരും അതിലേക്ക് സഹകരിക്കുക. ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമ്മുടെ പരിശ്രമങ്ങളെ പടച്ചവൻ സ്വീകരിക്കട്ടെ. പരിശ്രമിക്കാനാ പറഞ്ഞത്, പരിശ്രമിക്കാൻ. നൂഹ് നബി അലൈഹിസ്സലാം 950 കൊല്ലം ദഅവത്ത് ചെയ്തിട്ട് 80 ആളെ കിട്ടിയെന്ന. ഒരു കൊല്ലം ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 950 മെമ്പർമാരുണ്ടായേനെ. നൂഹ് നബിക്ക് എത്രയുള്ളത്? 80. പക്ഷെ അല്ലാഹു നൂഹ് നബിയോട് ഒരിക്കലും ചോദിക്കൂല എന്തേ മെമ്പർമാരെ എണ്ണം കുറഞ്ഞു എന്ന് ചോദ്യമല്ല. നൂഹ് നബിയെ നിങ്ങൾ പണിയെടുത്തിട്ടുണ്ടോ? ഉണ്ട് റബ്ബേ. ദഅവ്തു റബ്ബി ലൈലം ദഅവ്തുഹും ലൈലം വനഹാറ. രാവും പകലും ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ട് റബ്ബേ. രഹസ്യമായും ഓപ്പണായിട്ടും ഞാൻ അവരെ ഞാൻ ദഅവത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. പിന്നെ അവര് വന്നില്ല, എന്ത് ചെയ്യാനാ? ജനങ്ങൾ അറിയിക്കാനേ പറ്റും. അപ്പൊ പരിശ്രമമാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പരിശ്രമങ്ങൾ ഉണ്ടാകട്ടെ. നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ച തമ്പുരാൻ നീതിയുടെ, സുരക്ഷയുടെ, എല്ലാ മനുഷ്യർക്കും നന്മ വരണം എന്ന അള്ളാഹുവിന്റെ പരമമായ ഒരു മഖ്സദിലാണ്, ലക്ഷ്യത്തിലാണ് ശരീഅത്തുൽ ഇസ്ലാമിനെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുപോലെ ഒരു ഭരണാധികാരിയോട് ശരീഅത്തുൽ ഇസ്ലാം പറയും, ആ ഭരണത്തിന് കീഴിലുള്ള സർവ്വ മനുഷ്യർക്കും, അത് മുസ്ലിമെന്നോ മുസ്ലിമെന്നോ ഇല്ല, എല്ലാ മനുഷ്യർക്കും നീതി വേണം, എല്ലാവരെയും ഒരുപോലെ കാണണം. സർവ്വ മനുഷ്യരുടെയും മനസ്സിന് സന്തോഷം നൽകാൻ നമുക്ക് കഴിയണം. എന്തേ? അള്ളാഹുവിന്റെ മക്കളാണ് സർവ്വ മനുഷ്യരും. പടച്ചവന്റെ സൃഷ്ടികളെല്ലാം അള്ളാഹുവിന്റെ ആശ്രിതരാണ്. അവന്റെ മക്കൾ എന്ന് പറയാൻ പാടില്ല, പക്ഷെ ഒരു മജാസൻ, ഒരു മെറ്റഫർ, ഒരു ആലങ്കാരിക പ്രയോഗമാണത്. അള്ളാന്റെ മക്കളെ പോലെ കാണണം സർവ്വ മനുഷ്യരെയും. ഒരു മനുഷ്യനും ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുത്. ഒരാൾക്കും എന്നോട് അനീതി ചെയ്തല്ലോ എന്നൊരു ചോദ്യം ഒരാളുടെ ഭാഗത്തുനിന്നും വരരുത്. ഓരോരുത്തർക്കും അർഹമായത് ഭരണാധികാരികൾ വകവെച്ചു കൊടുക്കണം, ഉമ്മിമാപ്പി മക്കൾക്ക് കൊടുക്കണം. മഹല്ല് ഭരിക്കുന്നവർ ആ മഹല്ലത്തുകാരോട് അത് കാണിക്കണം. അത് സ്വന്തം സംഘടനാ ബന്ധുക്കളാവട്ടെ ആവാതിരിക്കട്ടെ, മുഅ്മിനീങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ അതവർക്ക് കിട്ടിയിരിക്കണം. എന്നതുപോലെ ഹബീബിന്റെ മുമ്പിൽ ഒരു വാപ്പ വന്നു. ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന് ഹബീബിന്റെ മുമ്പിലേക്ക് തന്റെ മകൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്നു. എന്നിട്ട് ഹബീബിനോട് പറയുകയാണ്, നബിയേ, ഞാൻ അങ്ങയെ സാക്ഷി നിർത്തുന്നു, എന്റെ മകൻ നുഅ്മാനിന് മദീനയിലെ ആ കാണുന്ന ഈത്തപ്പനത്തോട്ടം ഞാൻ നൽകിയിരിക്കുന്നു നബിയേ. അത് എന്റെ മകന് ഞാൻ കൊടുത്ത ദാനമാണ്. അതിന് നബിയെ അങ്ങ് സാക്ഷി നിൽക്കണം. നുഅ്മാൻ എന്നവർക്ക് നൽകിയ ഈ തോട്ടത്തിന് നബി തങ്ങളോട് സാക്ഷി നിൽക്കാൻ പറഞ്ഞുകൊണ്ട് മഹാനായ സ്വഹാബി ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ മുമ്പിൽ വന്നിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഒരു ചോദ്യം ചോദിച്ചു. അന്നൊന്നും ഇപ്പൊ ആധാരം മാറ്റിക്കൊടുക്കലോ രേഖ ഉണ്ടാക്കലൊന്നുമില്ലല്ലോ, വാക്കുകളാണ്. സാക്ഷികളെ നിർത്തിയിട്ട് പറയലാണ്. അതന്നെയാണ് അതിന്റെ ആധാര കൈമാറ്റം എന്ന് പറയുന്നത്. അതിന് ഹബീബിനെ സാക്ഷി നിർത്തി. എന്റെ മകൻ നുഅ്മാനിന് നബിയെ, വാപ്പയായ ബഷീർ ഇബ്നു സഅദ് എന്ന ഞാൻ എന്റെ മകൻ നുഅ്മാൻ ഇബ്നു ബഷീറിന് ഞാനിതാ എന്റെ തോട്ടം നൽകിയിരിക്കുന്നു റസൂലേ, അങ്ങതിന് സാക്ഷി നിൽക്കണം. നബി തങ്ങൾ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. അതൊരു വല്ലാത്ത ചോദ്യമാണ്. അകുല്ല ഉൽദിക നഹൽത മിസ്ലഹാ, ബഷീറേ, നിങ്ങളുടെ മകൻ നുഅ്മാനിന് കൊടുത്ത പോലെ നിങ്ങളുടെ മറ്റു മക്കൾക്കും നിങ്ങൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ? ഖാല ലാ, ഇല്ല നബിയേ, ഇല്ല. ഞാൻ നുഅ്മാനിന് മാത്രമാണ് കൊടുത്തത്. അശ്ഹദ് അലാ ഹാദാ ഗൈരി,
ഈ പരിപാടിക്ക് സാക്ഷി നിൽക്കാൻ ബഷീറേ എന്നെ കിട്ടില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ടുവന്നോളൂ. ഫഇന്നീ ലാ അശ്ഹദു അലാ സൂർ, അനീതി ചെയ്യുന്നതിന് സാക്ഷി നിൽക്കാൻ പ്രവാചകനായ എനിക്ക് സാധ്യമല്ല എന്ന് സ്വന്തം അനുയായിയായ ബഷീർ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരാമർശം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. നബി തങ്ങളോട് മറ്റു മക്കൾ വന്ന് പരാതി പറഞ്ഞിട്ടല്ല ഇത്. നബിയെ, ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് തന്നില്ല എന്ന് മക്കൾ നബിയോട് വന്ന് പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ ഹബീബായ തങ്ങൾ വാപ്പയോട് ചോദിച്ചു, നിങ്ങൾക്ക് നുഅ്മാൻ എന്ന മകൻ മാത്രമാണോ ഉള്ളത്? അല്ല നബിയെ, എനിക്ക് വേറെ 4 മക്കൾ വേറെയുണ്ട്. എന്നാൽ നുഅ്മാനിന് നിങ്ങൾ ഇഷ്ടദാനം നൽകുമ്പോ അതിന് തത്തുല്യമായത് നിങ്ങളുടെ മറ്റു മക്കൾക്കും നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടല്ലോ. ഒരാൾക്ക് മാത്രം ഇത് കൊടുക്കുന്നത് നിങ്ങളുടെ മക്കളുടെ മനസ്സിന് വേദനയുണ്ടാക്കില്ലേ? അതുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ സാക്ഷി നിർത്തണ്ട, ഞാനതിനെ സാക്ഷിയാവില്ല. എന്നിട്ട് പറഞ്ഞു, ഇത്തഖുല്ലാഹ്, ഉപ്പമാരെ ഉമ്മമാരെ നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. വസാവൂ ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്ക് ഒരുപോലെ വീതിച്ചു കൊടുക്കണമേ. വേറെ റിവായത്തിൽ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കളോട് എല്ലാവരോടും ഒരുപോലെയായി, നിങ്ങൾ വാപ്പയാണ് ഉമ്മയാണ്, നിങ്ങൾ നീതി പാലിക്കണമേ. അനന്തര സ്വത്ത് ഒരുപോലെ വിധിച്ചു കൊടുക്കണേ എന്നല്ല ഈ പറയുന്നത്. ജീവിതകാലത്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അത് നിങ്ങൾ ഈക്വലായിട്ട് കൊടുക്കണം. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വത്തുണ്ടോ അത് നിങ്ങൾ വസിയത്ത് ചെയ്യേണ്ട, അത് നിങ്ങൾ 3-1 വസിയത്ത് ചെയ്യാം. ബാക്കി 2 അനന്തരാവകാശത്തിന്റെ നിയമമനുസരിച്ച് ശർഅ് വിധിക്കാൻ പറയും. പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടദാനം ചെയ്യാം. മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ വസിയത്ത് 3-1 വസിയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി സ്വത്ത് ശരീഅത്തിന്റെ മീറാത്തിന്റെ നിയമമനുസരിച്ച് വിധിക്കപ്പെടും. പക്ഷേ മക്കൾക്ക് നിങ്ങൾ നൽകുമ്പോൾ വഅദിലു ബൈന ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കിടയിൽ നീതി പാലിക്കണമേ. മനസ്സുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിഷയങ്ങളിൽ മാത്രമാണ് ചെറിയൊരു ഇളവ് നൽകിയിട്ടുള്ളത്. ചില മക്കളോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നിയെന്ന് വരും, അത് നിയന്ത്രിക്കാൻ ചിലപ്പോൾ പറ്റിയില്ല എന്ന് വരും. യാക്കൂബ് അലൈഹിസ്സലാമിന് യൂസുഫ് നബിയോടും ബിന്യാമീൻ എന്ന മോനോടും തോന്നിയതുപോലെ കുറച്ച് കൂടുതൽ ഇഷ്ടം തോന്നിയെന്ന് വരും. അത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒന്നിലേറെ ഭാര്യമാരെ വിവാഹം ചെയ്യുന്നവരോട് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലൻ തസ്തതിഉ അൻ തഅദിലു ബൈനൻ നിസാഇ വലൗ ഹറസ്തും ഫലാ തമീലു കുല്ലൽ മൈലി ഫതദറുഹാ കൽ മുഅല്ലഖ. നിങ്ങൾക്ക് 2 ഭാര്യയുണ്ടെങ്കിൽ 2 പേരോടും മിതമായും 2 പേരോടും ഐക്യത്തോടെയുമുള്ള ഒരു സമഭാവന നിങ്ങളുടെ മനസ്സിൽ വരണം. പക്ഷേ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഒരാളോട് കൂടുതൽ ഇഷ്ടം തോന്നും, മറ്റേയാളോട് ഓട്ടോമാറ്റിക്കലി സ്നേഹം കുറയും. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭാര്യയെ നിങ്ങൾ കയറില്ലാതെ കെട്ടിയിടുന്ന പോലെ നിങ്ങൾ അവളെ ബുദ്ധിമുട്ടാക്കുന്നതല്ലയോ? അതുകൊണ്ട് ഫലാ തമീലു കുല്ലൽ മൈൽ, നിങ്ങളുടെ ചാഞ്ചാട്ടം, നിങ്ങളുടെ മനസ്സിന്റെ ഇൻക്ലിനേഷൻ മുഴുവനായിട്ടും നിങ്ങളുടെ ഒരു ഭാര്യയിലേക്കാവരുത്. 2 ഭാര്യയ്ക്കും ഒരുപോലെ മനസ്സ് കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അത് നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലെങ്കിലും അങ്ങനെ ആവാം. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടും ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയോടും കാണിച്ചിരുന്ന വളരെ വലിയ സ്നേഹപ്രകടനങ്ങൾ കാണുമ്പോ ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു, എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ആയിഷയോട് എനിക്ക് ഇഷ്ടമുണ്ട്, എന്റെ എല്ലാ ഭാര്യമാരോടും എനിക്ക് ഇഷ്ടമുണ്ട്. പക്ഷെ ആയിഷ ബീവിയോട് എനിക്ക് വല്ലാത്ത ഇഷ്ടക്കൂടുതലുണ്ട്. അതെന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മോളാണ്, എന്റെ ഏറ്റവും അടുത്ത ചെറുപ്പം മുതലുള്ള എന്റെ ഹബീബായ അബൂബക്കറിന്റെ മോളാണ് റളിയല്ലാഹു അൻഹുമാ. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കരുതേ, എന്നെ കുറ്റപ്പെടുത്തരുതേ, ഞാൻ ശ്രമിക്കായികയല്ല. ഹബീബായ നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഓരോരുത്തരോടുമുള്ള കടപ്പാടുകൾ നിർവഹിക്കുമ്പോഴാണ് ഈ മതത്തിന്റെ ഭംഗി നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവർക്ക്. നമ്മൾ അനുഭവിക്കുന്നത് വളരെ മനോഹരമാണ്. മക്കൾക്കിടയിൽ നീതി, ഭാര്യമാർക്കിടയിൽ നീതി, അയൽവാസികൾക്കിടയിൽ നീതി, അങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. അത്ര മനോഹരമാണ് നമ്മുടെ ദീൻ. നമ്മുടെ ദീൻ എന്നത് സംസ്കാരമാണ്. നമ്മുടെ ദീൻ എന്ന് വെറും ഒരു നിസ്കാരം, നോമ്പും ഹജ്ജും ഉംറയും തീർന്നു അല്ലല്ല. നമ്മുടെ ദീൻ ഓരോ അനക്കത്തിലും അടക്കത്തിനും നിയമമുള്ളതാണ്. നമ്മുടെ ദീൻ അൽ ജാറു അഹഖു ബിസ്സഖ്ബിഹി ജാറുദ്ദാരി അഹഖു ബിദാരിൽ ജാർ.
നിങ്ങളുടെ അയൽവാസിയോട് നിങ്ങൾക്ക് കടപ്പാടുണ്ട്. നിങ്ങളുടെ ബന്ധുവിനോട് കടപ്പാടുള്ളതുപോലെ നിങ്ങളുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന, ഏറ്റവും അരികത്ത് കിടക്കുന്ന അയൽവാസി ആരോ അവരോട് നിങ്ങൾക്ക് വല്ലാത്തൊരു കടപ്പാടുണ്ട്. 2 കടപ്പാടുണ്ട്. നിങ്ങളുടെ അയൽവാസി ഒരു ദൈവനിഷേധിയാണെങ്കിൽ ഉള്ളതുപോലെയല്ല, പടച്ചവൻ അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അവരോട് 2 കടപ്പാടുണ്ടെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ അൽ ജാറുൽ മുസ്ലിമു ലഹു ഹഖ്ഖാൻ. അതുകൊണ്ട് അയൽപക്കത്തോട്, കുടുംബ ബന്ധങ്ങളോട്, മക്കളോട്, ഭാര്യയോട്, മാതാപിതാക്കളോട്, എല്ലാവരോടും മക്കളോട് പറയാണ്, മാതാപിതാക്കൾ മോശക്കാരാണെങ്കിലും അല്ലെങ്കിലും മാതാപിതാക്കളാണ് എന്ന ഒരൊറ്റ കാരണത്താൽ നിങ്ങൾ അവരോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറേണ്ടവരാണ്. മന്ന ഹഖ്ഖുന്നാസി ബിഹുസ്നി സുഹാബതി യാ റസൂലല്ലാഹ്. ഹബീബായ നബിയേ, ഞാൻ ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്? നമ്മൾ റോഡിൽ നന്നായി പെരുമാറുന്നവരാണ്. നമ്മൾ സ്കൂളിൽ, നമ്മുടെ കോളേജിൽ, നമ്മുടെ ഓഫീസുകളിൽ, പോലീസ് സ്റ്റേഷനിൽ, പഞ്ചായത്തിൽ, വില്ലേജ് ഓഫീസിൽ പോയാല്, കോർപ്പറേഷനിൽ പോയാല്, കോർട്ടിൽ പോയാല് വളരെ ഡീസന്റ് അല്ലേ നമ്മള്? അവിടെ ഡീസന്റ് ആയില്ലെങ്കിൽ വിവരം അറിയും. അപ്പൊ നമ്മളെ തന്നെ അങ്ങ് നിയന്ത്രിക്കുകയാണ്. ആരുടെ മുമ്പിലാ ഏറ്റവും ഡീസന്റ് ആവേണ്ടതെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോ ഹബീബിന്റെ മറുപടി എന്താണെന്നറിയോ? നിന്റെ സ്വന്തം ഉമ്മയോട് ഏറ്റവും ഡീസന്റായി പെരുമാറേണ്ടത്. പൊന്നുമക്കളെ, വിദ്യാർത്ഥിനികളെ, നിങ്ങളുടെ ഉമ്മയോടാണ് ഏറ്റവും കൂടുതൽ ഡീസൻസി നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. ഉമ്മ ഡീസന്റ് ആവണം എന്ന് നിർബന്ധമല്ല എന്നതാണ് അത്ഭുതം. വാപ്പ ഡീസന്റ് ആവണമെന്ന് നിർബന്ധമല്ല. എന്തേ? അത് വാപ്പയായാൽ മതി, ഉമ്മയായാലും മതി. അവർക്ക് അവകാശപ്പെട്ടതാണ് മക്കൾ അവരോട് നല്ല നിലയ്ക്ക് പെരുമാറുക എന്നത്. ആ അവകാശം മാതാപിതാക്കൾക്ക് വകവെച്ചു കൊടുക്കലാണ് ഈ പ്രപഞ്ചത്തിൽ പടച്ചവനോടുള്ള നമ്മുടെ കടപ്പാടുകൾ പുലർത്തിയതിനു ശേഷം രണ്ടാമത്തേത് നമ്മുടെ മാതാപിതാക്കളോടുള്ള ഈ കടപ്പാടാണ്. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? മാ ബർറ മൻ അഹദ്ദ നദറതഹു ഇലാ വാലിദൈഹി. മഹാന്മാർ പറയുമായിരുന്നു, ഉമ്മയോടോ ഉപ്പയോടോ തുറിച്ചൊരു നോട്ടം നോക്കുന്ന മനുഷ്യൻ ആ ഉമ്മയോടും വാപ്പയോടും കരുണ ചെയ്തില്ല, ആ ഉമ്മയോടും വാപ്പയോടും ചെയ്യേണ്ട ബാധ്യത നിർവഹിച്ചില്ല. ആര്? തുറിച്ചൊരു നോട്ടം നോക്കി ഉമ്മയെ, മോൻ അല്ലെങ്കിൽ മോള് വാപ്പയെ നോക്കി തുറിച്ച ഒരു നോട്ടം നോക്കിയാൽ ആ വാപ്പയോടുള്ള ബാധ്യത നിങ്ങൾ നിർവഹിച്ചില്ല. ഉമ്മയെ അങ്ങനെ നോക്കിയാൽ ഉമ്മയോടുള്ള ബാധ്യത നിർവഹിച്ചിട്ടില്ല. ഇതൊക്കെ ദീനിനെ പറയാൻ കഴിയൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ സയൻസിനും കെമിസ്ട്രിക്കും ബയോളജിക്കും നമ്മുടെ എക്കണോമിക്സിനും ബിസിനസ് സ്റ്റഡീസിനും പറയാൻ കഴിയില്ല. അത് ദീനിനെ പറയാൻ കഴിയൂ. എല്ലാറ്റിലും പരമമായ നീതി, എല്ലാവരോടും പരമമായ നീതി, എല്ലാറ്റിനും, സർവമതങ്ങളോടും നീതി. എങ്ങനെയാണ്? അന്യമതവിശ്വാസികൾ അവരിലുള്ള നന്മകളെ സ്വീകരിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. الذين يستمعون القول فيتبعون احسنه എന്ന ആയത്തിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് ചില മുഫസ്സിരീങ്ങൾ ഒന്നുകൂടെ വിശാലതലങ്ങളിലേക്ക് പോകുന്നുണ്ട്. എല്ലാവരിലുമുള്ള നന്മയെ സ്വീകരിക്കാൻ കഴിയണമെന്ന്. ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾ മുഴുവനും വിളിച്ചിട്ട് പറഞ്ഞു, ഇഅ്രിദൂ അലയ്യ റുഖാകും. ജാഹിലിയ കാലത്ത് ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ മന്ത്രിച്ചൂതി കൊടുത്തിരുന്നല്ലോ, റുഖ്യ ചെയ്തിരുന്നല്ലോ. ആ റുഖ്യകൾ നിങ്ങൾ എന്നെ ഒന്ന് കാണിക്കണേ എന്ന് പറഞ്ഞു. അപ്പോ ജാഹിലിയ കാലത്ത് രോഗശമനത്തിന് അവര് മന്ത്രിച്ചൂതുമായിരുന്നു. മന്ത്രിച്ചൂത് എന്ന് പറഞ്ഞാൽ എന്താ? മെല്ലെ ചൊല്ലിയിട്ട് ഊതുക. അതിനബി മന്ത്രം, തലയണ മന്ത്രം എന്നൊക്കെ പറയാൻ എന്താ? മെല്ലെ പറയാന്നല്ലേ. ഈ മന്ത്രം എന്ന് പറയുമ്പോൾ മെല്ലെ പറയാന്നതിന് അർത്ഥമുള്ളൂ. വിശുദ്ധമായ ഖുർആനിന്റെയും ഹദീസിന്റെയും നിർദ്ദേശങ്ങളിലൂടെ നല്ല നല്ല പ്രാർത്ഥനകളും ദിക്റുകളും ആയത്ത് ശിഫാകളും ഒക്കെ രോഗികൾക്ക് ഓതിക്കൊടുക്കുന്നത് ശറഅ് അംഗീകരിച്ചതും പ്രോത്സാഹിപ്പിച്ചതുമാണ്. എന്നാൽ ജാഹിലിയത്തിൽ ചിലതൊക്കെ ചെയ്തിരുന്നു അവര്. പുണ്യനബി തങ്ങൾ അവരൊക്കെ വിളിച്ചു, മുസ്ലിം അല്ലാതിരുന്ന ആളുകളെയും വിളിച്ചു. നിങ്ങൾ എന്താണ് പ്രീ ഇസ്ലാമിക് ടൈമിൽ, ഇസ്ലാം വരുന്നതിന്റെ മുമ്പ്, അതായത് നബി തങ്ങൾ നുബുവത്തുമായി വരുന്നതിന്റെ മുമ്പ് എന്താണ് നിങ്ങൾ രോഗശമനത്തിന് ഇവിടെ ചൊല്ലിക്കൊടുത്തിരുന്നത് എന്ന് നബി തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചിട്ടുണ്ട്. സ്വഹാബികൾ അല്ലാത്തവരെ വിളിപ്പിച്ച് ചോദിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം റുഖൽ ജാഹിലിയ്യ, അതാണ് അരിദു അലയ്യ റുഖാകും എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൽ ഏതൊക്കെയാണോ ശറഇനോട് യോജിച്ചു വരുന്നത് അവകളെ നബി തങ്ങൾ അംഗീകരിക്കുകയും ശറഇനോട് യോജിക്കാതെ വരുന്നവയെ നബി തങ്ങൾ തള്ളിക്കളയുകയും ചെയ്തു. തെമീമത്തുകൾ അങ്ങനെയാണ്. തെമീമത്ത് എന്ന് പറഞ്ഞ ഏലസ് എന്നാണ്.
ഏലസുകൾ എല്ലാം ഷിർക്കാണ് എന്ന് ഒരു ഹദീസിന് ശരിക്കും മനസ്സിലാക്കാതെ ചില ആൾക്കാർ പറയാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നിഷിദ്ധമാക്കിയത് ജാഹിലിയ്യത്തിന്റെ സ്വഭാവത്തിലുള്ള ഷിർക്ക് കൊണ്ടുവരുന്ന വചനങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന റുഖിയകളും ഷിർക്ക് വന്നു പോകുന്ന തമീമത്തുകളുമാണ്. അത് ഫിഖ്ഹിന്റെ വീക്ഷണം എന്താണെന്ന്, കർമ്മശാസ്ത്ര നിയമങ്ങൾ എന്താണെന്ന് പഠിക്കാതെ ഏതെങ്കിലും കേവല ഹദീസുകളെ തർജ്ജമ ചെയ്ത് അർത്ഥം വെക്കുമ്പോൾ വരുന്നു പോയ ചില അബദ്ധങ്ങളാണ്. ശറഅ അംഗീകരിച്ചിട്ടുള്ള ദീനിന്റെ പ്രമാണങ്ങളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനകൾ തമീമത്തുകളായി, ഏലസുകളായി ഒരു മനുഷ്യൻ ശരീരത്തിൽ സൂക്ഷിക്കുന്നത് ലാ ബഅസ ബിഹി, അതിന് യാതൊരു വിരോധവുമില്ലെന്ന് മഹാനായ ജഅഫർ സ്വാദിഖ് തങ്ങൾ അവറുകൾ മുതൽ സൈനുൽ ആബിദീൻ തങ്ങൾ മുതൽ അഹ്ലു ബൈത്തിന്റെ മഹാന്മാരായ ആലിമീങ്ങൾ ഫത്വ കൊടുത്തത് നമ്മുടെ ഫുഖഹാക്കൾ ഉദ്ധരിക്കാറുണ്ട്. പിന്നെ പറ്റൂല എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ തമീമത്തും ഷിർക്കാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ പോലും ആ സ്റ്റേറ്റ്മെന്റ് ആമുൻ മഖ്സൂസ് എന്നാണ് പറയാ. കുല്ലു എല്ലാം അർത്ഥണ്ട്, ശരിയാണ്. പക്ഷെ എല്ലാ ബിദ്അത്തും, എല്ലാ പുതുതായി ഉണ്ടായതും ളലാലത്താണ് എന്നതിനർത്ഥമില്ല. എന്തുകൊണ്ട് അർത്ഥമല്ല? ഹഖീഖത്ത് അതിനെതിരാണ് എന്നതുകൊണ്ട്. നബി തങ്ങളുടെ കാലത്തില്ലാതിരുന്നത് സ്വഹാബികളുടെ കാലത്തുണ്ടായിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹിന് 20 റക്അത്ത് തമീമുദ്ദാരിയെ കൊണ്ട് തറാവീഹ് നിസ്കരിപ്പിച്ചത് നബി തങ്ങളുടെ കാലത്തില്ലാത്ത പരിപാടി. തങ്ങൾ തറാവീഹ് ജമാഅത്തായി തങ്ങളുടെ ജീവിതകാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷെ സ്വഹാബികൾ അത് ചെയ്തു. അതും ഈ കുല്ലു ബിദ്അത്ത് എന്ന് പറഞ്ഞ കുല്ലു എല്ലാം എന്ന് പറഞ്ഞ ഇതും പെടൂലേ? അതാണോ? അല്ല. പിന്നെന്താ പെടുന്നത്, പെടാത്തത്? മാ ലൈസ മിൻഹു, ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരായി വരുന്നതെല്ലാം തള്ളപ്പെടേണ്ടതാണ്. പ്രമാണങ്ങളോട് യോജിച്ചു വരുന്നുണ്ടോ? ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് കുല്ലു തമീമത്തിൻ ഷിർക്കുൻ എന്ന് പറയരുത്. ശറഇന്റെ പ്രമാണങ്ങളോട് യോജിച്ചു വരാത്തതിനെ കുറിച്ചാണ് ആ പറഞ്ഞതെന്ന് ആ വിഷയകമായി നടന്ന ചർച്ചകളെ, മഹാന്മാരുടെ രേഖകളെ പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ പറഞ്ഞിട്ട് ആളുകളങ്ങ് വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കും. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു മതവിശ്വാസികളുടെ ആശയങ്ങളെ, അവരുടെ വിശ്വാസങ്ങളെ നിബിതങ്ങൾ കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുമായി നെഗോസിയേഷൻ നടത്തിയിട്ടുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ വിവരിക്കുകയാണ്. അത് നല്ലതെടുക്കാം, അല്ലാത്ത തള്ളിക്കളയാം. ശരീഅത്തിനോട് യോജിച്ചു വരുന്നെടുക്കാം, അല്ലാത്ത ഒഴിവാക്കി കളയാം. ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത് എന്ന് പറയുന്ന ഒരു കവി ഉണ്ടായിരുന്നു. അദ്ദേഹം രസകരമായ അദ്ദേഹം നബിയായി വരുമെന്ന് സ്വയം വിചാരിച്ചു പോയ മനുഷ്യനാണ്. അദ്ദേഹം വിചാരിച്ചു ഞാൻ നബിയായിരിക്കുമെന്ന്. ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ വഅയ്യു അബ്ദിൻ ലക ലാ ആലമ്മാ. ഉമയ്യത്ത് നബി സ്വല്ലത്തിന്റെ വരികളിൽപ്പെട്ട ഒരു വരിയാണത്. ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ. അയാൾ മുശ്രിക്കാണ്, അയാൾ കാഫിറാണ്. ഹബീബ നബി തങ്ങൾ ചോദിച്ചു, ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്തിന്റെ വരികൾ എന്നെ ഒന്ന് കേൾപ്പിക്കണമേ. അയാൾ കാഫിറായി വരിച്ച ആളാണ്, പക്ഷെ കവിയായിരുന്നു. പക്ഷെ നല്ല നല്ല വരികൾ പാടിയിട്ടുണ്ട്, നല്ല മനോഹരമായ വരികൾ. ഇടക്ക് ശരിയില്ലാത്തതും പാടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ല വരികളൊക്കെ നബി തങ്ങൾ ചൊല്ലിക്കേട്ടു. അതിൽപ്പെട്ടതാ ഈ വരി: ഇൻ തഗ്ഫിരില്ലാഹുമ്മ ഫഗ്ഫിർ ജമ്മാ വഅയ്യു അബ്ദിൻ ലക ലാ ആലമ്മാ. നീ മാപ്പ് നൽകുന്നവനല്ലയോ റബ്ബേ, ഫഗ്ഫിർ ജമ്മാ. മുത്തുനബി തങ്ങൾ റസൂലായി വരുന്നതിന്റെ തൊട്ടു മുമ്പ് വരെ നബിയാണെന്ന് വിചാരിച്ചു. തങ്ങൾ നബിയായി വന്നു, പക്ഷെ അദ്ദേഹം വിശ്വസിച്ചില്ല, വിശ്വസിക്കാതെ മരിച്ചു. അയാൾ കാഫിറായി മരിച്ച ആളാണ്. തങ്ങൾ പറയുമായിരുന്നു, ആമന ശഅറുഹു വകഫറ ഖൽബുഹു. ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്തിന്റെ പാട്ടുകൾക്ക് ഈമാനുണ്ട്, അയാളുടെ ഹൃദയം അവിശ്വാസത്തിലാണ്, ഹൃദയം കാഫിറാണ്, പാട്ടുകൾക്ക് ഈമാനുണ്ട് എന്ന് നബി തങ്ങൾ പറഞ്ഞ കവിയാണ് മക്കക്കാരനായിരുന്ന ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത്. പക്ഷെ തങ്ങളുടെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെട്ടു. എന്തെന്നറിയോ? പാട്ടുന്നത് കവിതകളാണ്. ആ കവിതകളിൽ നല്ല ആശയങ്ങൾ ഉള്ളത് നബി തങ്ങൾ സ്വീകരിച്ചു, അല്ലാത്ത തള്ളിക്കളയാൻ വേണ്ടി പറഞ്ഞു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു ജാഹിലിയ്യ കാലത്തെ കവിയുടെ കവിതകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുമായിരുന്നു. നല്ലൊരു കവിതയുണ്ട്: അലാ കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ പുതിയാപ്പിള, വിശുദ്ധ ഖുർആൻ സമാഹരിക്കാൻ ഏറ്റവും വലിയ ത്യാഗം ചെയ്ത ഇസ്ലാമിന്റെ 3ാമത്തെ ഭരണാധികാരി. എന്താ ഈ കവി പറയുന്നത്? അലാ, അറിയണേ, കുല്ലു ഷൈഇൻ മാ ഖലല്ലാഹ ബാതിലു. പടച്ചതമ്പുരാനല്ലാത്ത ലോകത്തെ മറ്റെല്ലാം അനർത്ഥങ്ങളാണ്.
ഈ ലോകത്തെ ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് അല്ലാഹു ജല്ല ജലാലുവാണ്. പടച്ചതമ്പുരാൻ അല്ലാത്തത് മുഴുവനും വ്യർത്ഥമാണ്, ബാത്തിലാണ്. അടുത്ത വരി എന്താ? വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതാണ്. അപ്പോ ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, കവിതയുടെ ആദ്യ പാതി ശരിയാണ്, രണ്ടാമത്തെ പാതി തെറ്റാണ്, അത് ഞാൻ അംഗീകരിക്കൂല. ആദ്യ പാതി ശരിയാണ്. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാതിലു. ഈ പ്രപഞ്ചത്തിലെ വിഷയങ്ങളിൽ ഏറ്റവും ഘനമുള്ള വിഷയം, ഈ ലോകത്തെ ചർച്ചകളിൽ ഏറ്റവും മനോഹരമായ ചർച്ച അല്ലാഹുവിനെ കുറിച്ചുള്ള, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചർച്ചയാണ്. ബാക്കിയൊക്കെ ബാത്തിലാണ്. പിന്നെ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകോ? ദുന്യാവത്തത് നീങ്ങും, പക്ഷെ ആഖിറമുണ്ടല്ലോ, അത് നഈമല്ലേ, സ്വർഗം ലാ യസൂൽ, അത് നീങ്ങിപ്പോകാത്തതാണ്. അപ്പൊ എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങും എന്ന് പറഞ്ഞത് ശരിയല്ല, കാരണം സ്വർഗത്തിന്റെ അനുഗ്രഹം നീങ്ങിപ്പോകാത്തതാണ്. അപ്പൊ ആ സൈഡ് ഞാൻ അംഗീകരിക്കുന്നില്ല. പക്ഷേ ആ ജാഹിലിയ കവി പറഞ്ഞ ആദ്യ പാതി ശരിയാണ്, രണ്ടാമത്തെ പാതി ശരിയല്ല. ആര് പറയുന്നു? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു.